നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. ഒരു വലിയ നമുക്ക് ഏഷ്യ കപ്പിൽ 3 മത്സരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഏഷ്യ കപ്പ് നടന്നതിന് തൊട്ട് പിന്നാലെയാണ് വനിതാ ലോകകപ്പ് വരുന്നത്. വനിതാ ലോകകപ്പിൽ ഇന്ത്യ ആദ്യ മത്സരം ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ വിജയിച്ചിരുന്നു. രണ്ടാമത് ഇന്ത്യയുടെ മത്സരം പാകിസ്ഥാനെതിരെയാണ്. നമുക്കറിയാം കൊളംബോയിലാണ് സ്വാഭാവികമായിട്ടും മത്സരം നടക്കുന്നത്. അപ്പൊ ഈ മത്സരം നമുക്ക് ഇപ്പോഴത്തെ ഇപ്പൊ വനിതാ ക്രിക്കറ്റിൽ ആണെങ്കിൽ പോലും ഈ മത്സരം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അത് എതിരാളികൾ ഇന്ത്യയും പാകിസ്ഥാനും ആയതുകൊണ്ട് തന്നെയാണ്. അതായത് ഹാൻഡ് ഷെയ്ക്ക് കൊടുക്കുമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അതെ അതെ അത് തന്നെയാണോ ഇവിടെ എന്നുള്ളത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, മറ്റുള്ള ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാല് പുരുഷ ക്രിക്കറ്റിൽ നിന്ന് അതേ രീതിയിൽ ആവർത്തനം ഇവിടെ നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ പ്രകടനത്തിന്റെ കാര്യത്തിലാണ്. പാകിസ്ഥാനെ എറിഞ്ഞു വീഴ്ത്തി തന്നെ പറയാം. 88 റൺസിന്റെ ഒരു വിജയം സ്വന്തമാക്കി എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 247 റൺസ് ആണ് നേടിയത്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ടീം വർക്ക്, മികച്ച രീതിയിലൊരു ടീം വർക്ക് അവിടെ ഉണ്ടായിരുന്നു. പ്രതീക റാവലിന്റെയും സ്മൃതി മന്ദാനയുടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തുടക്കം. പിന്നെ മധ്യനിരയൊക്കെ മികച്ച രീതിയിൽ ഉള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ക്രാന്തി ഗൗഡ് ബോളിംഗിൽ തിളങ്ങിയ ക്രാന്തി ഗൗഡ് 2 ബൗണ്ടറി അടിച്ചിട്ടുണ്ട്, 4 ബോളിൽ 8 റൺസ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അവസാനം ഈ റണ്ണൊക്കെ വളരെ പ്രധാനപ്പെട്ട റണ്ണാണ്. നമുക്ക് എടുത്തു പറയാനില്ലെങ്കിൽ കൂടി ഉയർന്ന വലിയ സ്കോറിലേക്ക് എത്തിയില്ലെങ്കിലും ടീമിന്റെ തന്നെയായിരുന്നു. റിച്ച ഘോഷ് അവസാനം ഒന്ന് വെടിക്കെട്ട് നടത്തിയ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചു. ഭേദപ്പെട്ട സ്കോർ പറയുമ്പോൾ 247 നമുക്ക് സംശയമായിരുന്നു. പക്ഷെ വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ആ ഒരു സ്കോർ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെയാണ്. പാകിസ്ഥാനെ പോലൊരു മത്സരത്തിൽ വരുമ്പോൾ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പുരുഷ ക്രിക്കറ്റിൽ പറഞ്ഞ ആധികാരികമായ ജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തുക. അപ്പോൾ ഒന്ന് പതറിയെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ബൗളിങ്ങിലേക്ക് എത്തുമ്പോഴേക്ക് കംപ്ലീറ്റ് ഡോമിനൻസ് നമുക്ക് കിട്ടി. അവരെ പിന്നെ 88 റൺസിന് തകർക്കാൻ വേണ്ടി പറ്റി. ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനിന്റെ ഒരു ആശ്വാസ ജയമാണ് പാകിസ്ഥാൻ നേടിയത്. ആദ്യ മത്സരമാണ് ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ഇപ്രാവശ്യം നടക്കുന്നതെങ്കിൽ കൂടി ഏഷ്യ കപ്പിന്റെ ഒരു തുടർച്ച അത് രണ്ട് തലത്തിലാണ്, 2 രീതിയിലാണ് വരുന്നതെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് ഷേക്കിന്റെ കാര്യം എന്തായിരിക്കും, വിവാദങ്ങൾ എന്തായിരിക്കും, ക്യാപ്റ്റന്മാരുടെ പ്രതികരണം എന്തായിരിക്കും, ഇതെല്ലാം അറിയാൻ വേണ്ടി ക്രിക്കറ്റ് ലോകം ഒന്നാകെ നോക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ പിന്നെ വുമൻസ് ലോകകപ്പിൽ മറ്റു മത്സരങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രാധാന്യം നിലവിൽ കിട്ടിയിരുന്നു, ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അത് പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ നമ്മുടെ ഏഷ്യ കപ്പിൽ പുരുഷ ക്രിക്കറ്റിൽ എങ്ങനെയാണ് തോൽപ്പിച്ചത് അതിന്റെ ആവർത്തനം ഇന്ത്യയുടെ വനിതകളും നടത്തി തകർത്ത് വിട്ടിട്ടുണ്ട്. വേറെ വിവാദങ്ങൾക്കൊന്നുമില്ല, കമന്റിനൊന്നുമില്ല, കൈ കൊടുക്കാനൊന്നുമില്ല. ബാക്കിയെല്ലാം എല്ലാം ഒരുപോലെ തന്നെ തകർത്ത് വിട്ടു, തരിപ്പണാക്കി വിട്ടു. പക്ഷെ ഇതിൽ വളരെ രസകരമായിട്ടുള്ള 1-2 ഈ മത്സരവുമായി ബന്ധപ്പെട്ട 1-2 വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, ഇന്ത്യയുടെ പരിശീലനം നടത്തുന്നതിന്റെ ഇടയിൽ ഗ്രൗണ്ടിലേക്ക്, കൊളംബോയിലെ ഗ്രൗണ്ടിലേക്ക് ഒരു പാമ്പ് കയറി വന്നിട്ടുള്ള വാർത്ത. വളരെ മത്സരത്തിനിടയിൽ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ 2 പ്രാവശ്യം പാറ്റ ശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് ബീജ് കൊടുക്കുന്ന സ്പ്രേ അടിക്കുന്നുണ്ട്. അതെ, ഈ പാമ്പ് കയറി വന്ന് ഭയങ്കര രസമായിട്ടുള്ളതായിരുന്നു. അപ്പൊ കൊളംബോയിലെ ഈ ഗ്രൗണ്ടിൽ ഇത് ആദ്യമായിട്ടല്ല, ലങ്കൻ പ്രീമിയർ ലീഗ് നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ മുമ്പൊക്കെ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് പാമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ വിഷമില്ലാത്ത ഒരു തരത്തില് ഇത് പാമ്പാണ്. ഇപ്പൊ എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ ചേരാന്ന് പറയുന്ന പോലത്തെ ഇതാണ്. അപ്പൊ അതിനൊരു പേര് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പിച്ചില അവര് പറയുന്നുണ്ട് ഇല്ല അതൊക്കെ പോയിക്കോളൂ, അത് എലീനെ പിടിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ മത്സരത്തിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്ത ഇതായിരുന്നു. പിന്നെ ഈ മത്സരത്തിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പക്ഷെ ഏറ്റവും ഒരു വിവാദം ഉണ്ടായത് ടോസിന്റെ കാര്യത്തിലാണ്. സത്യത്തിൽ പാകിസ്ഥാന്റെ ഈ ടോസ് ഇട്ട് മാച്ച് റഫറിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം. പാകിസ്ഥാൻ ഈ ടോസ് ഇടുന്ന സമയത്ത് ഹർമൻപ്രീത് കൗർ ടോസ് ഇട്ട സമയത്ത് പാകിസ്ഥാൻ വിളിക്കുന്ന ടൈൽസ് ആണ്, പക്ഷെ ഹെഡ്സ് ആണ് മാച്ച് റഫറി കേൾക്കുന്നത്. അങ്ങനെ അതൊരു വിവാദമായിട്ട് ചർച്ച ചെയ്യാവുന്നുണ്ട്. അതൊരു പിഴവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ റഫറിയുടെ പിഴവ് കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ടോസ് കിട്ടിയിട്ട് പോലും അത് മുതലാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഈ ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഈ സ്മൃതി മന്ദാന കുറച്ച് പതുക്കെ ആയിരുന്നു തുടങ്ങിയത്. പ്രതീക റാവല് തുടർച്ചയായി 3 ബൗണ്ടറി ഒക്കെ അടിച്ചിട്ട് വളരെ നല്ലൊരു ത്രില്ല്. ആ ഒരു ബാറ്റിംഗ് തുടക്കം കണ്ടപ്പോ ഞാൻ കരുതിയത് ഒരു 300 അടുപ്പിച്ച ഒരു സ്കോറിലേക്ക് ഇന്ത്യക്ക് സ്മൃതിയുടെ കേസ് പറയുമ്പോൾ ആദ്യ മത്സരത്തിലും സ്മൃതിക്ക് പറഞ്ഞ പിന്നെ മികച്ച പഠനം പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആദ്യത്തെ ലോകകപ്പാണല്ലോ സ്വപ്നം കാണുന്നത്, വനിതാ ലോകകപ്പ്. ആ സ്മൃതി കുറച്ചധികം കൂടുതൽ ടീമിൽ സംഭാവന ചെയ്യേണ്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ശ്രീലങ്കയ്ക്കെതിരെ മത്സരത്തിൽ നമ്മൾ സ്മൃതിയുടെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്മൃതിയുടെ ഒരു മികച്ച ഇന്നിങ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ആരാധകർ കൂടുതലും കാത്തിരിക്കുന്നത്. നമുക്കറിയാം മികച്ച തുടക്കം സ്മൃതിയും പിന്നെ തങ്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമെന്ന്. ഈ ലോകകപ്പിൽ കിരീടം നേടുന്ന ഓസ്ട്രേലിയക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും അവർ 2 പിന്നെ വലിയ ശക്തികൾക്കെതിരെ പോരാടുമ്പം ഈ സ്മൃതിയുടെ കരുത്ത്, അനുഭവ സമ്പത്തും കരുത്ത് നമുക്ക് വലിയൊരു ഇതാണ്. പക്ഷേ ഈ ഇന്നത്തെ മത്സരത്തിൽ ഭേദപ്പെട്ട സ്കോർ എന്ന് പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ കൂടി നമ്മൾ സ്മൃതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി മാറി വരേണ്ടതുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ടീം സെറ്റാണ്. ഈ പറഞ്ഞ പോലെ
പിന്നെ ഹോം കണ്ടീഷൻ പിന്നെ ആധിപത്യം നമുക്ക് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടാനുണ്ട്. ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ ആദ്യത്തെ ലോകകപ്പിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്ന പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഹർലിംഗ് ദിയോൾ എന്ന് പറയുന്ന താരം, ആ താരത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ടീമിന്റെ ടോപ്പ് സ്കോറായിട്ട് മാറുന്നുണ്ട്. അപ്പൊ തുടർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് 46 റൺസ് നേടിയിട്ടുണ്ട്. ആ ഒരു നല്ലൊരു ആ ഒരു മാച്ചിന്റെ ഒരു മൊത്തത്തിലെ സ്കോറൊക്കെ നോക്കുന്ന സമയത്ത് ഒരു നല്ല സ്കോർ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും പറയേണ്ടി വരും. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കുന്ന സമയത്ത് ഓരോ റണ്ണും അല്ലെങ്കിൽ ഓരോ വിക്കറ്റും വിലപ്പെട്ടതാണ് എന്ന് പറയുന്നത് വളരെ. അതുപോലെ തന്നെ ഇപ്പോൾ റിച്ച ഘോഷിന്റെ 25 ബോളിൽ 20 ബോൾ 35 വന്നത് ലാസ്റ്റ് ആ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ വേണ്ടി ഒരു 240 എത്താൻ വേണ്ടി കടക്കാൻ വേണ്ടി സാധിച്ചത്, അല്ലെങ്കിൽ 210 ഒതുങ്ങി പോയാനെ. അപ്പം പറഞ്ഞ പോലെ കുറച്ചുകൂടി ബൗളർമാർക്ക് ഇത്ര ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇറങ്ങുമ്പോൾ എന്ത് വിജയം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ബോളിംഗ് എത്തിയപ്പോഴേക്കെല്ലാം കളി മാറി. അവരുടെ ഒരു ക്രൂഷ്യലായിട്ട് ഒരു പാർട്ണർഷിപ്പ് പൊളിച്ചപ്പോൾ തന്നെ നമുക്ക് മത്സരം കയ്യിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കോറിംഗ് റിച്ച ഘോഷിന് ഈ പറഞ്ഞ സ്മൃതി തുടക്കത്തിൽ കിട്ടിയത് ഒരു 300ലേക്ക് ഇപ്പോൾ സേഫ് അല്ലെങ്കിൽ 300ലേക്ക് പ്രതീക്ഷ സ്കോർ 200 ഒതുങ്ങുന്നു കരുതിയപ്പോൾ 210 ഒതുങ്ങുന്നു കരുതിയപ്പോൾ ആ ഒരു ഇതിലേക്കായിരുന്നു പോയത്. ആ റിച്ച ഘോഷിന്റെ പ്രകടനം കൂടി വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി, ഞാൻ പറഞ്ഞത് പാകിസ്ഥാനിലെ മത്സരത്തിന് മാത്രം വെച്ചിട്ടല്ല, പാകിസ്ഥാനോട് ഇത് മതി. നമുക്കറിയാം പാകിസ്ഥാനോട് നമുക്ക് ആദ്യം വരെ കഴിയുമ്പോൾ ജയിക്കാൻ വേണ്ടി പറ്റി 82 റൺസിന് മികച്ചതാണ്. പക്ഷേ വരാനിരിക്കുന്ന ടീം മത്സരങ്ങൾ ഈ പറഞ്ഞ പോലെ 1ാം നമ്പർ ടീമായ ഓസ്ട്രേലിയയും മറ്റേ 2ാം നമ്പർ ഇംഗ്ലണ്ടിലെ പോലെ ടീമുകൾ വരുന്ന സമയത്ത് ചാമ്പ്യന്മാർക്കെതിരെ പിന്നെ മികച്ച മത്സരം പുറത്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് പറഞ്ഞാൽ പാകിസ്ഥാനെ നമ്മൾ പുരുഷ ക്രിക്കറ്റ് പറഞ്ഞാൽ തന്നെ ഇതൊരു സന്നാഹമത്സരം കണക്കാക്കാനേ ഉള്ളൂ. പാകിസ്ഥാൻ ഇപ്പോൾ ഏത് ഫോർമാറ്റിലായാലും ഏത് ടീമായാലും പിന്നെ പുരുഷ ക്രിക്കറ്റായാലും വനിതാ ക്രിക്കറ്റായാലും നമുക്ക് ഒരു എതിരാളികളെ കാണേണ്ടതില്ല. അതൊരു കോൺഫറൻസ് ആയിട്ട് പറയുന്നത് അങ്ങനെ കണക്കാക്കാം. പക്ഷെ ആധികാരികമായിട്ട് നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ മധ്യനിര ബാറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ജമീമ റോഡ്രിഗസിന്റെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. ഒരു 32 റൺസ് 37 പന്തിൽ ആ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു നിർണായകമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. നമ്മളിപ്പോ അതുപോലെ തന്നെ ദീപ്തി ശർമ്മ 25 റണ്ണ് അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ താരങ്ങളും ഇപ്പൊ സ്നേഹറാണ 20 റണ്ണ്. സ്നേഹറാണ ആ ഒരു രീതിയിൽ ഓൾറൗണ്ടിങ് മികവ് പുറത്തെടുക്കുന്നുണ്ട് എന്നുള്ള ടീമിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യ മത്സരത്തിലൊക്കെ ആ രീതിയിലുള്ള ഒരു പ്രകടനം, ഒരു ഓൾറൗണ്ട് പ്രകടനം സ്നേഹറാണ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ബാറ്റിങ്ങിൽ ഇത്രയും കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. ഒരാളല്ലെങ്കിൽ വേറൊരാൾ എന്ന രീതിയിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ പോലും ജമീമയും പിന്നെ റിച്ചിയും ഘോഷും വരുന്ന സമയത്ത് നമുക്കറിയാം ഇത് സാധനം വരുന്ന ഒരു കമ്പൈൻഡ് ടീം, ഒരു ടീമിന്റെ ഒരു ശക്തി നമുക്ക് കിട്ടുന്നുണ്ട്. താരങ്ങൾ ഒരു പവർ പാക്ക് ടീമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ബാലൻസ്ഡ് ആയിട്ട് ബാറ്റിംഗ് സ്ട്രെങ്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായിട്ട് ഈ എക്സ്പീരിയൻസ്ഡ് താരങ്ങളുടെയും ഈ പറഞ്ഞ കമ്പൈൻഡ് താരങ്ങളുടെ പ്രകടനം വരുമ്പം അത് ഗുണം ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഗുണം ചെയ്യുന്ന ഉറപ്പാണ്. തീർച്ചയായിട്ടും. ഇനി ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ ക്രാന്തി ഗൗഡ് നമുക്കറിയാം 10 ഓവറിൽ 20 റണ്ണ് മാത്രം വഴങ്ങിയിട്ട് 3 വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട്. നിർണായകമായിട്ടുള്ള വിക്കറ്റുകൾ തന്നെ വീഴ്ത്തുന്നത്. ഫസ്റ്റ് വിക്കറ്റ് ദീപ്തി ശർമ്മ റൺഔട്ട് ആക്കുന്നതാണ്. രണ്ടാമത്തെ വിക്കറ്റ് ക്രാന്തി ഗൗഡ് പന്തെറിഞ്ഞ് ക്യാച്ച് ചെയ്തിട്ടുള്ള ഒരു വിക്കറ്റ്. അങ്ങനെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് 3 മെയ്ഡൻ ഓവറുകൾ എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയും പാക് ക്രിക്കറ്റിന്റെ ഡോട്ട് ബോളുകൾ കൊണ്ട് പിടിച്ചു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട തന്നെയാണ് ദീപ്തി ശർമ്മയുടെ ഒരു പ്രകടനം. 45 റൺ വഴങ്ങിയിട്ട് കുറച്ച് അധികം റൺ വഴങ്ങിയിട്ടുണ്ട്. 9 ഓവർ 45 റൺ വഴങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും വിക്കറ്റുകൾ വീഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹറാണയുടെ ബോളിംഗ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. പാക് ടീമിന്റെ ടോപ്പ് സ്കോററുടെ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത് സ്നേഹറാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു ഓൾറൗണ്ട് പ്രകടനം ഇന്ത്യക്ക് കോമ്പിനേഷൻ ഇന്ത്യ ബോളിംഗ് എടുത്തുമാണ്. പേസ് ആൻഡ് സ്പിൻ കോമ്പിനേഷൻ ഒരുപോലെ തന്നെ അതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് അത് ഒരു കരുത്താണ്. 2 കണ്ടീഷൻ 2 പിന്നെ പേസ്മാരും സ്പിന്നർമാരും ഒരുപോലെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപോലെ പിടിച്ചു കെട്ടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിനാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായതും സ്കോറിംഗ് ഉയർത്താൻ പറ്റാണ്ട് പിടിച്ചു കെട്ടാൻ സഹായമായതും. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ മത്സരത്തിലെ പ്രകടനം ഇതൊക്കെ മാറ്റി നിർത്തുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഈ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അധികം ചർച്ചയാകുന്നത് പുറത്തുള്ള വിഷയങ്ങളാണ്. പുറത്തുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പാക് താരങ്ങളുടെ വീരവാദങ്ങളും മറ്റുള്ള രീതിയിലുള്ള അത്തരം വീരവാദങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ മത്സരം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും. അതിൽ ഇന്ത്യ 88 റൺസിന്റെ ഒരു വിജയം നേടിയിരിക്കുന്നത്. അതുപോലെ ഈ ഹാൻഡ് ഷേക്ക് വിവാദം അങ്ങനെയുള്ള ഏഷ്യാകപ്പിന് ഇടയെ തുടങ്ങിയ വിവാദം അതുപോലെ തന്നെ തുടരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെയാണ് മാച്ച് റഫറിക്ക് പറ്റുന്ന ഈ ഇത്തരം പിഴവുകൾ അത് വളരെ ഗൗരവമായിട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ വരുമ്പോൾ ഇത്രയും ക്രൂഷ്യലായിട്ട് മത്സരത്തിൽ വരുമ്പോൾ ഒരു പിഴവ് അത് ഈ പറഞ്ഞവർക്ക് മുതലാക്കാനായില്ല. പക്ഷേ അത് മത്സരത്തിന്റെ ഫലം മറിച്ചായിരുന്ന വലിയ വിവാദത്തിലേക്കൊക്കെ പോയിരുന്നല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ വിവാദം
വിവാദം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാച്ച് റഫറി മാച്ച് ഫിക്സ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ ഇതിനകത്ത്? ഇത് കേവലം ഒരു പിഴവായിട്ട് നമുക്ക് കാണാൻ പറ്റും? പിഴവാണെന്ന് അല്ലെങ്കിൽ മാച്ച് റഫറിക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഇത് വരേണ്ട ആവശ്യം വരുന്നില്ല. പിഴവായിട്ട് തന്നെ കണക്കാക്കുന്നതാണ്. കാരണം അതിന് ഈ പറഞ്ഞതിന് അതിന് റിസൾട്ടിന് വലിയ രീതിയിൽ ബാധിച്ചില്ല എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പിഴവാദം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റും. പക്ഷേ മറിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല വിവാദം. ഇപ്പം വിവാദം തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആ വിവാദം ആയിരിക്കില്ല നടക്കുന്നത്, വലിയ വിവാദത്തിലേക്ക് വരുന്നത്. അപ്പം വീഴ്ചയാണ് അത്. മാച്ച് റഫറിക്കാണ് വന്നത്. അത് ലോകകപ്പാണ്, ഏറ്റവും ഒരു ചെറിയ ടൂർണമെന്റോ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ കളി മാത്രമല്ല, ലോകകപ്പാണ്. ലോകകപ്പിലൊരു വീഴ്ചയാണ്, വലിയ വീഴ്ചയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതും കൂടിയാണ്. ലോകകപ്പ് ഇന്ത്യ പാക് മത്സരമാണ്. അപ്പം അതിലൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു നടപടി പ്രതീക്ഷിക്കാവുന്നതാണ്, വേണ്ടതാണ്. അതിലൊരു വിശദീകരണമെങ്കിലും വരേണ്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരേണ്ടതാണ്. തീർച്ചയായിട്ടും. അങ്ങനെ ലോകകപ്പില് ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ആവേശകരമായി നമ്മളൊക്കെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് എതിരെ വിജയിച്ചെങ്കിൽ പോലും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായിരുന്നു ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു മുൻ കാലത്ത് നടന്ന വനിതാ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളെക്കാൾ കൂടുതൽ ഈ മത്സരം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അത് കളിക്കളത്തിലെ പ്രകടനം എന്നതിലുപരി പുറത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീം ഒരു ആധികാരിക വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിന്റെ എല്ലാ മേഖലകളിലും ഇന്ത്യ പാകിസ്ഥാനെ ബഹുദൂരം പിന്നിലാക്കിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിജയം തുടരാനാകട്ടെ. ഇതൊരു കപ്പില് തന്നെ ചെന്നെത്തി അവസാനിക്കട്ടെ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.